നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. അവസരം കിട്ടുമ്പോഴെല്ലാം LDF അംഗങ്ങൾ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കല രാജു. തന്നെയും കുടുംബത്തെയും മാനസികമായി പീഡിപ്പിക്കുന്ന വർത്തമാനങ്ങളും പ്രവൃത്തികളും ചില LDF കൗൺസിലർമാർ നിരന്തരമായി നടത്തുകയാണെന്ന് കല രാജു പറഞ്ഞു. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോഴാണ് ചില വനിതാ കൗൺസിലർമാർ തന്നെ മാനസികമായി ദ്രോഹിക്കുന്നത്. ബജറ്റ് അവതരണം കഴിഞ്ഞ ശേഷം യോഗത്തിൽ വെച്ച് ഇവർ കൂവി കളിയാക്കി. 25 വർഷം CPM-നൊപ്പമായിരുന്നുവെന്ന് കല പറഞ്ഞു. വീട്ടിൽ സംരക്ഷണം നൽകണമെന്ന ആവശ്യം ഉന്നയിക്കും. അധികാരം ലഭിക്കണമെന്ന ആഗ്രഹമില്ലെന്നും കല കൂട്ടിച്ചേർത്തു. ജനുവരി 18-ന് അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഉണ്ടായത്. തനിക്ക് നിരവധി പോലീസ് കേസുകൾ നേരിടേണ്ടി വന്നു. ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടി എന്തും നേരിടാൻ തയ്യാറാണെന്ന് കല പറഞ്ഞു. ഇതിനുവേണ്ടി മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുമെന്നും കല പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ പോലെ തീർച്ചയായിട്ടും അവരുടെ ഇനിയിപ്പൊന്നുമില്ല. ഇപ്പോഴും തന്നെ അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ എത്തായിട്ടു പല പല പ്രശ്നങ്ങളുണ്ടാക്കി. അതായത് എനിക്ക് എന്ന് പറയുന്ന അത്രമേൽ തന്നെ ബുദ്ധിമുട്ടിച്ചു. ഈ വരുന്ന 5-ാം തീയതി നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിൻ്റെ ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. അതിനകത്ത് വരുന്ന എന്ത് പ്രശ്നങ്ങളെ നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. കാരണം നമ്മുടെ ജനാധിപത്യ മൂല്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് നേരിടാൻ ഞാൻ തയ്യാറാണ്. എനിക്കതിനകത്ത് വേറൊന്നും പറയാനില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞാൻ ഈ കഴിഞ്ഞ ജനുവരി 18-ാം തീയതി നമുക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആ സംഭവങ്ങളെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇത്രയും മാസങ്ങളോളം ഞാൻ മാനസികമായിട്ട് അവരെന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഒരു കൗൺസിൽ യോഗത്തിൽ എൻ്റെ ഒരു കടമയാണ്. ഞാൻ ജനങ്ങളോട് എടുത്തൊരു കടമയാണ് എനിക്ക് എൻ്റെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ആ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ പോലും അവരെന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടായിരുന്നു. എന്നെ എത്ര തവണ പോലീസ് സ്റ്റേഷനിൽ അവർ കയറ്റി, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി. അതായത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വരെ അവർ ഇതിലേക്ക് കൂട്ടിക്കുഴച്ചുകൊണ്ട് മാനസികമായിട്ട് അവരെന്നെ വളരെ ഹരാസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഞാൻ എന്തും എന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ്. കാഞ്ഞിരപ്പള്ളിയിലെ ബൈപ്പാസ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ MLA ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് കേരള കോൺഗ്രസ് M. ബൈപ്പാസിൻ്റെ നിർമ്മാണ സാമഗ്രികൾ പാതിരാത്രി കടത്തിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും മോഷണം നടന്നെന്ന പേരിൽ കേസ് കൊടുത്ത് ബൈപ്പാസ് നടപടികൾ വൈകിപ്പിക്കാനുള്ള ഗുജറാത്ത് കമ്പനിയുടെ ശ്രമമാണ് ഇതിലൂടെ വെളിവായതെന്നും കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് ഷാജൻ മണ്ണമ്പലാക്കൽ പറഞ്ഞു. പാതിരാത്രിയിൽ ബൈപ്പാസ് നിർമ്മാണ സാമഗ്രികളടക്കം കൊണ്ടുപോകാനുള്ള വലിയ ട്രെയിലർ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 15 വർഷം കാഞ്ഞിരപ്പള്ളിയുടെ വികസന മുരടിപ്പിന് കാരണക്കാരനായ കോൺഗ്രസ് MLA ജോർജ് മാത്യുവും അനധികൃതമായി സ്വകാര്യ ഭൂമിയിലൂടെ ചങ്ങല വലിച്ച് 13 വർഷക്കാലം നീണ്ട വ്യവഹാരങ്ങളിലേക്ക് ബൈപ്പാസിന് നയിച്ച അൽഫോൺസ് കണ്ണന്താനവുമാണ് കാഞ്ഞിരപ്പള്ളിയുടെ വികസന വിരോധികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാത്രിയിൽ കടത്തുവാൻ കൊണ്ടുവന്ന ലോറിയുടെയും ഗുണ്ടകളുടെയും വിവരങ്ങൾ യഥാസമയം അറിയിച്ച വ്യാപാരി സോജൻ ഡൊമിനിക്കിനെയും ഓട്ടോ ഡ്രൈവർ ഷിജോയെയും സമരസമിതി അഭിനന്ദിച്ചു. ജയരാജ് MLAക്കെതിരെ വരുന്ന എല്ലാ അക്രമങ്ങളെയും പ്രതിഷേധങ്ങളെയും നേരിടുമെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. RBDC റൈറ്റ്സ് കിഫ്ബി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം യുക്തമായ നടത്തിയ പരിശോധനയിൽ 32% വർക്കാണ് പൂർത്തിയായിട്ടുള്ളതെന്നും 2 മാസത്തിനുള്ളിൽ ബൈപ്പാസ് തുടർ നിർമ്മാണം ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ളതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ വന്ന ലോറി ട്രെയിലറിൽ പാർട്ടി പതാക സ്ഥാപിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അജു പനക്കലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജോളി മടുക്കക്കുഴി, ഷാജി പാമ്പൂരി, സുമേഷ് ആൻഡ്രൂസ്, ആൻ്റണി മാർട്ടിൻ, മനോജ് ചീരാങ്കുഴി, ഷിജു വാഴൂർ, ജോഷി അഞ്ചനാടൻ, രാഹുൽ B. പിള്ള, ദിലീപ് കൊണ്ടുപറമ്പിൽ, നാസർ സലാം, അഖിൽ PM, എബി പനക്കൽ, മാത്യു നടുത്തൊട്ടി എന്നിവർ പ്രസംഗിച്ചു. രാത്രി 12:30 മണിക്ക് ഈ ഗുജറാത്ത് കമ്പനിയുടെ ആൾക്കാർ രാത്രിയിൽ ഈ ട്രെയിലർ കൊണ്ടുവന്നിട്ട് ഇവിടെ കിടക്കുന്ന മുഴുവൻ സാധന സാമഗ്രികളും എടുത്തുകൊണ്ട് പോകുവാനായിട്ട് ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം സമരം നടത്തിയ BJPക്കാരും കോൺഗ്രസ്സുകാരും പറഞ്ഞത് ഈ പരിപാടി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, കരാർ കമ്പനി കേസിലേക്ക് പോവുകയാണ്, കോടതിയിലേക്ക് പോവുകയാണ്. എങ്ങനെ അവർക്ക് കോടതിയിൽ പോകാൻ പറ്റും? കരാർ ലംഘനം നടത്തിയിട്ടുള്ള
ആർക്കും അറിയാവുന്ന കാര്യം, ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്നതാണ്. മുഴുവൻ വശങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം, നഗ്നമായിട്ടുള്ള കരാറില്ലെങ്കിലും അതിനുശേഷം 4 മാസം നീട്ടിക്കൊടുത്തു. അവർക്ക് എങ്ങനെ കോടതിയിൽ പോകാൻ സാധിക്കും? ജലന്ധർ രൂപതയുടെ മെത്രാനായി സ്ഥാനമേറ്റ ചെമ്മലമറ്റം ഇടവകാംഗം മാർ ജോസ് സെബാസ്റ്റ്യൻ തെക്കുംചേരിക്കുന്നേലിന് മാതൃദേവാലയത്തിൽ സ്വീകരണം നൽകി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത മുൻ അധ്യക്ഷൻ മാത്യു അറയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംപറമ്പിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, പഞ്ചായത്ത് പ്രസിഡന്റ് സ്കറിയ ജോസഫ് പൊട്ടനാനി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് കടുതോടിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മാർ ജോസ് സെബാസ്റ്റ്യൻ തെക്കുംചേരിക്കുന്നേൽ ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തി. ജോസ് സെബാസ്റ്റ്യൻ പിതാവ് നോർത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഏത് ഭാഗത്തും വളരെയേറെ അറിയപ്പെടുന്ന ഒരു ആളാണ്. നാഗ്പൂർ സെമിനാരിയിലാണ് പിതാവ് പഠിച്ചത്. അതിനു മുമ്പ് തൃശ്ശൂർ മൈനർ സെമിനാരിയിൽ പഠിച്ചു. അതുകൊണ്ട് അവിടെയുള്ള ആ ദേശത്തുള്ള പിതാക്കന്മാർക്കും അച്ഛന്മാർക്കുമെല്ലാം പിതാവിന് നല്ല പരിചയമാണ്. റോമിൽ കാനൻ നിയമത്തിൽ പ്രത്യേക ഡിഗ്രികൾ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു സവിശേഷത, ഈ ജലന്ധറിനെ ഇത്രമാത്രം അറിയാവുന്ന അച്ഛന്മാർ അവിടെ വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജലന്ധറിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെയൊക്കെ ചുമതലക്കാരനായിട്ട് ഇതിൻ്റെ പുറകിലുള്ള പിതാക്കന്മാർ നമ്മുടെ പിതാവിനെ ഏൽപ്പിച്ചിരുന്നു. രൂപതാ കേന്ദ്രത്തിൽ, സ്കൂളുകളിൽ, സെമിനാരികളിൽ, മറ്റ് സാംസ്കാരിക വേദികളിൽ എല്ലാം, ഇടവകകളിൽ, മിഷൻ സ്റ്റേഷൻസിൽ, അങ്ങനെ പിതാവ് ഈ ജലന്ധറിനെ കുറിച്ച് നല്ല അറിവുള്ളവനാണ് എന്ന ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനും നമുക്കും എല്ലാം വലിയൊരു ആശ്വാസമാണ്. ജലന്ധർ വലിയ രൂപതയാണ്. ധാരാളം വിശ്വാസികളുണ്ട്. 10,000-ലധികം ആളുകൾ അവിടെ ഈ അഭിഷേക കർമ്മത്തിൽ പങ്കെടുത്തിരുന്നു. രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ അവിടെയുള്ളവരുണ്ടായിരുന്നു. അതെല്ലാം നമുക്കും വലിയ അഭിമാനം പകർന്ന കാര്യങ്ങളാണ്. പിതാവിൻ്റെ മേലധ്യക്ഷ ശുശ്രൂഷ ജലന്ധറിൽ വലിയ ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ അത്ര എളുപ്പമല്ല. പക്ഷെ ജലന്ധർ നല്ല ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള സ്ഥലമാണ്. ധാരാളം വിശ്വാസികൾ അവിടെയുണ്ട്. വൈദികരോടും മേലധ്യക്ഷനോടുമൊക്കെ നല്ല താല്പര്യമുള്ള ആളുകൾ. അതുകൊണ്ട് ജലന്ധറിൻ്റെ ഭാവി വളർച്ചയിൽ പിതാവിന് ഒരു മോറൽ സ്പിരിച്വൽ കോമ്പസ് ആയിട്ട്, ഒരു പോയിൻ്ററായിട്ട്, പലപ്പോഴും ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ യാഗമാനം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൊതിയിലെ ചിറക്കുളം ഇന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രദേശമായി മാറി. സംരക്ഷണ കമ്പി കെട്ടി സംരക്ഷിച്ചു വരുന്ന വേലി മുഴുവൻ പച്ചപ്പടർപ്പ് കയറിയും ഉപയോഗശൂന്യമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. തലയോലപ്പറമ്പ് 12-ാം വാർഡ് പൊതി കലയത്തുംകുന്ന് പള്ളിക്ക് സമീപമുള്ള കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ചിറക്കുളമാണ് ഉപയോഗിക്കാതെ മാലിന്യ കൂമ്പാരമായി കിടക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ ആകമാനം കൃഷിക്കും മറ്റു പ്രധാന ജലസ്രോതസ്സായിരുന്ന ഈ കുളം ഇപ്പോൾ മാലിന്യം തള്ളുന്ന പ്രദേശമായി മാറി. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിൽ വരുന്ന ആളുകൾ ഈ കുളത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുകയും ബിയർ കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഉൾപ്പെടെ കുളത്തിലേക്ക് ഇടുന്നതുമായി സമീപവാസികൾ പറയുന്നു. നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ ഇത്രയും സൗകര്യപ്രദമായൊരു കുളം വേറെ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ
പിന്നെ ബ്ലോക്കിനോടും പഞ്ചായത്തിനോടും ഒക്കെ പറഞ്ഞ് നമുക്കിതൊരു നീന്തൽ പരിശീലന കുളമാക്കി മാറ്റുവാൻ എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്യണം. അതിനുള്ള പഞ്ചായത്തോ ബ്ലോക്കോ ബന്ധപ്പെട്ട MLAയോ എല്ലാം ഇടപെട്ട് ഇതൊരു നീന്തൽക്കുളം പരിശീലനമായിട്ട് ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ സൗകര്യം കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ പരിശീലന കുളമാക്കി മാറ്റാനായിട്ട് ഞങ്ങളിങ്ങനെ പലരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്കുള്ള ആഗ്രഹം. ഒരു ഭയങ്കര വളവിലായി കുളം ഇരിക്കുന്നത്. കുളം നന്നാക്കുന്നതിനോടൊപ്പം അതിനകത്ത് ഈ ഇവിടെ നിന്നൊന്ന് നോക്കിയാൽ കാണാം, അപ്പുറത്തുനിന്നൊരു വണ്ടി വരുവോ കാര്യങ്ങളോ ചെയ്താൽ പോലും ഒരു 2 വീലറോ 4 വീലറോ ഒരു വണ്ടി വന്നാലും ഭയങ്കര ആപത്തുണ്ടാകാനും കൂടെ സാധ്യത. ഇത് തെളിഞ്ഞു കിടക്കുക, ആ കുളം നന്നാക്കുക, ഇത് നാടിന് വേണ്ടിയിട്ടല്ലെങ്കിൽ ഇത് മൂടുക, ഇതാണത് ആവശ്യം. ഇത് ആവശ്യമില്ലെങ്കിൽ ഇത് ഇങ്ങനെ കിടന്ന് ആളുകൾക്ക് ദോഷം ഉണ്ടാക്കാത്ത സാധനം ഒരു പ്രസ്ഥാനമായി മാറാതെ ഒന്നില്ലേ ഇത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണം. അതല്ലെങ്കിൽ അതൊന്ന് വളവ് നിവർത്തി ഒന്ന് നികത്തി വണ്ടി അങ്ങ് പോകുമ്പോൾ അപകടം ഉണ്ടാകാതെ ആക്കുക. ഇതാണ് ഇന്നത്തെ സർക്കാരും ആൾക്കാരും ചെയ്യേണ്ടത്. അടിയന്തരമായി ചിറക്കുളത്തിലെ ചപ്പുചവറുകൾ നീക്കം ചെയ്ത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റുകയും കുട്ടികൾക്ക് നീന്തൽ പഠിക്കുവാനുള്ള സാഹചര്യവും കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഒരുക്കിക്കൊടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഈ താമസം ഞങ്ങൾ കല്ലിങ്കൽ നിവാസികളാണ്. അപ്പം ഞങ്ങൾ ഈ കുളം ഒത്തിരി നാളായിട്ട് ഒത്തിരി ജനങ്ങൾ കുളിക്കുക, അലക്കുക. ഞങ്ങൾ ഈ കുളത്തിൽ പിന്നെ കുറേ നാളുകൾ മുമ്പ് കുളിക്കാനും അലക്കാനും ഒക്കെ വന്നിട്ടുള്ളൂ. പിള്ളേരും ഞങ്ങളും ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് അത് പിന്നെ മെനകെട്ട് കിടക്കണം. അതെങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരണം. ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ. ദൃശ്യ ന്യൂസ്, വൈക്കം. കൊച്ചിയിൽ നടന്ന RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തത് ഗവർണർ വൈസ് ചാൻസലർമാരെ ഭീഷണിപ്പെടുത്തിയാണെന്ന് വി ശിവൻകുട്ടി. കൊച്ചിയിൽ നടന്ന RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തത് ഗവർണർ വൈസ് ചാൻസലർമാരെ ഭീഷണിപ്പെടുത്തിയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. RSSൻ്റെ തത്വങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം എന്ന നിലയിലാണ് RSS തലവൻ്റെ പ്രസംഗം വന്നതെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിൽ ഇങ്ങനെയൊരു യോഗം നടത്താൻ ധൈര്യമുണ്ടായത് ഗവർണറുടെ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ഗവർണർ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. RSSൻ്റെ പ്രവാചകനും പ്രചാരകനുമായി ഗവർണർ മാറിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വൈസ് ചാൻസലർമാരെ ഗവർണർ എന്നുള്ള നിലയിൽ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. ഗവർണർ ഈ നിലയിലുള്ള കാര്യം പല രൂപത്തിൽ പെടുത്തുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട RSSൻ്റെ തലവൻ്റെ പ്രസംഗം വായിച്ചു നോക്കിയാൽ കുട്ടികളിലാണ് ഇതെല്ലാം ആദ്യമേ പഠിപ്പിക്കേണ്ടതെന്നുള്ളതാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ RSSൻ്റെ തത്വങ്ങളും RSSൻ്റെ പ്രവർത്തന ശൈലിയൊക്കെ തന്നെ പഠിപ്പിക്കേണ്ടത് കുട്ടികളിലാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പത്രങ്ങളിലൂടെ വായിച്ചപ്പോൾ മനസ്സിലായി. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, മതേതരത്വത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ധൈര്യം ഉണ്ടായത് കേരളത്തിലെ ഗവർണറുടെ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രതിഷേധം ആവശ്യമാണ്. കേരളം ഇന്ത്യക്ക് തന്നെ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്നത് മാത്രമല്ല ന്യൂനപക്ഷത്തിനൊക്കെ തന്നെ സംരക്ഷണം കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം വളരെ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇന്നിപ്പോൾ കേരളത്തിലെ RSSൻ്റെ പ്രവാചകനും RSSൻ്റെ തത്വങ്ങൾ പല രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ബഹുമാനപ്പെട്ട ഗവർണർ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഭീഷണിപ്പെടുത്തിക്കൊണ്ടു എന്ന് പറയാം, അതോ സ്വയം ഇഷ്ടപ്രകാരം പോയവരും ഉണ്ടോ? പ്രത്യേകിച്ച് ഈ കുപ്പോസിൻ്റെ ബിജുകുമാറടക്കം അദ്ദേഹം വിദ്യാപീഠത്തിൻ്റെ പരിപാടിയിലാണ് പങ്കെടുത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാരെങ്കിലും ഗവർണർ നടത്തുന്ന പ്രോഗ്രാമാണ്. ഗവർണർ ആ സ്ഥാപനത്തിൻ്റെ തലവനാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഗവൺമെൻറ്റിന് ഒരു സേ ഉണ്ടല്ലോ ഇതിൽ. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ
സാധാരണഗതിയിൽ ഇവിടെ RSS ഒരു പ്രോഗ്രാം നടത്തുകയാണ്, ഞാനും കൂടെ വന്നോളാം എന്ന് പറഞ്ഞ് കൈയും വീശിയൊന്നും വരില്ലല്ലോ. ഇപ്പോൾ കാസർഗോഡ് ഒരു സ്കൂളിൽ ഞാൻ നോട്ടീസ് കൊടുത്തിരിക്കുക. കാസർഗോഡ് ഒരു സ്കൂളിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. മുളക്കുളം പഞ്ചായത്ത് 16-ാം വാർഡിലെ ആനക്കുഴി നിരപ്പ് ജാതിക്കാമല റോഡ് തകർന്ന് തരിപ്പണമായി. തകർന്ന റോഡിലൂടെ ഗ്യാസ് ഫാക്ടറിയിലെയും ക്രഷറിലെയും ഹെവി വാഹനങ്ങളുടെ യാത്രയിൽ കുടിവെള്ള പൈപ്പും പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ദിവസവും പാഴായി പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. 3-4 ഇടങ്ങളിലായി കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിലൂടെ ഒഴുകി വലിയ കുഴികൾ രൂപപ്പെട്ടു. കാൽനട യാത്രികർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും പോകാൻ പറ്റാത്ത രീതിയിൽ റോഡ് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നാളെ വരാം എന്ന് പറഞ്ഞു പോയിട്ട് ഇന്ന് 18 ദിവസമായെന്നും സമീപവാസിയായ സഞ്ജയ് കുമാർ ദൃശ്യ ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ പേര് സഞ്ജയ് കുമാറാണ്. ഞാനിവിടെ ജാതിക്കമലോ നിവാസിയാണ്. ഈ 16-ാം വാർഡ് ഞങ്ങളെ വീടടുത്ത് ഒരു ആനക്കുടി നേരെ വഴിയാണ്. ഇതിൽ എപ്പോൾ നോക്കിയാൽ ഈ വാട്ടർ അതോറിറ്റി ഇത് പൊട്ടൽ മാത്രം ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ എനിക്ക് തോന്നുക 10-15 പ്രാവശ്യം ഞാനിവിടെ വാട്ടർ അതോറിറ്റിക്കാർക്ക് വിളിച്ചു പറഞ്ഞു, ഇവിടെ ലൈൻമാൻക്ക് വിളിച്ചു പറഞ്ഞു. എപ്പോൾ നോക്കിയാൽ അവർക്ക് വീഡിയോ ഫോട്ടോസ് ഞാൻ വിട്ടിട്ടുണ്ട്. എപ്പോൾ നോക്കിയാൽ ഇത് മാത്രം പൊട്ടൽ മാത്രമാണ്. കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ് ഇവിടെ ഒരു ഗ്യാസ് വണ്ടി തകർന്ന് വീണുപോയി, സിലിണ്ടറെല്ലാം വീണുപോയി. വലിയ കുടി ഉണ്ടായിരുന്നു, അത് മൂടിയിട്ടില്ല, ചെറിയ റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഒരു വേറെ പൊട്ടലുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ മെമ്പർക്ക് വീഡിയോസ് ഫോട്ടോസ് വിട്ട് കഴിഞ്ഞ് രാവിലെ മെമ്പർ 16 വാർഡ് മെമ്പർ പോൾസൺ ഇവിടെ 5 മണിക്ക് വന്നിട്ട് വാട്ടർ അതോറിറ്റി ഓവർസീസ് വിളിച്ചായിരുന്നു. ഓവർസീസ് ഇവിടെ 9 മണിക്ക് വന്ന് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ശക്തമായിട്ട് അവർക്ക് പറഞ്ഞായിരുന്നു, സാറേ ഇത് റിപ്പയർ ചെയ്ത് ടെമ്പററി ചെയ്ത് നിങ്ങൾ ശാശ്വതമായിട്ട് ഒരു പൂർണ്ണമായിട്ട് പുതിയ പൈപ്പ് ഇടാൻ പുള്ളി പറഞ്ഞു. ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്, വന്നിട്ടില്ല ഗവൺമെൻറ് ഭാഗത്ത്. പൈപ്പ് പൊട്ടിയാൽ താൽക്കാലികമായി എന്തെങ്കിലും ചെയ്തു പോവുകയും അതിനുശേഷം അതിലൂടെ വാഹനങ്ങൾ വരുമ്പോൾ വീണ്ടും പൈപ്പ് പൊട്ടുന്ന സാഹചര്യമാണുള്ളതെന്നും അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെ കൂട്ടി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ഈ കുടിവെള്ള പൈപ്പ് ഈ ലിങ്ക് റോഡിലെ പൈപ്പ് പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 വർഷങ്ങളോളമായി. തുടർച്ചയായിട്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെറിയൊരു മെയിൻ്റനൻസ് ചെയ്തിട്ട് അവരങ്ങ് പോവും. പിറ്റേ ദിവസം ഒരു ഭാരവാഹനം അല്ലെങ്കിൽ ഒരു ചെറിയ വാഹനം ഇതിലൂടെ പോവും. ആ വാഹനം കയറി ഇറങ്ങി റോഡിലൂടെ കടന്നു പോകുന്ന ആ പ്രഷറിൽ എവിടെയാണോ പരിഹരിക്കപ്പെട്ട പ്രശ്നം, എവിടെയാണോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് എവിടെയാണോ അവിടെ തന്നെ വീണ്ടും പൊട്ടുക. നിരന്തരമായ പ്രശ്നമാണ്. 2 വീലർ പോലും പോയില്ല, ഒരു വണ്ടിയും പോയില്ല. ഇപ്പം അത് നന്നാക്കിയിട്ട് വീണ്ടും വന്നു കൊണ്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 6 മാസം 6-7 മാസം കൊണ്ട് ഇപ്പം ഞങ്ങളിപ്പോൾ വന്ന ഈ റൂട്ട് തന്നെ ഈ മാസങ്ങളിൽ ഈ വണ്ടിയിലൊന്നും പോയില്ല, ഒരു വണ്ടിയും പോയില്ല. പിന്നെ ഇടയ്ക്ക് വേറെ ഗ്യാസ് പ്ലാന്റിൻ്റെ വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടി 2 വീലർ പോകുന്നുണ്ട്, പിക്കപ്പ് വരുന്നുണ്ട്, അത് വണ്ടിയും പോയില്ല. ഇപ്പം ഒരു വണ്ടി വരുന്നുണ്ട്, ഒരു വണ്ടിയില്ല, പോകുന്നില്ല. ദൃശ്യ ന്യൂസ്, വൈക്കം. മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ശക്തി ഏറിയതോടെ തിരുവല്ല താലൂക്കിൻ്റെ പടിഞ്ഞാറൻ മേഖല ഉൾപ്പെടുന്ന അപ്പർ കുട്ടനാട്ടിൽ മഴക്കെടുതികൾ മാറ്റമില്ലാതെ തുടരുന്നു. ഇക്കൊല്ലം കാലവർഷം ആരംഭിച്ച ശേഷം പടിഞ്ഞാറൻ മേഖലയിലുണ്ടാകുന്ന 4ാമത്തെ വെള്ളപ്പൊക്കമാണ് ഇത്. മഴ ഒഴിഞ്ഞാലും മേഖലയിൽ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ ദിവസങ്ങളോളം നീണ്ടുനിൽക്കും. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ശക്തിയേറിയതോടെ കടപ്ര, പെരിങ്ങര, നെടുമ്പ്രം പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിലാണ് വെള്ളം കയറി തുടങ്ങിയത്. കുറ്റൂരിലും തിരുവല്ല നഗരസഭയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും പ്രളയക്കെടുതികളുണ്ട്. മേപ്രാൽ, പെരിങ്ങര, നെടുമ്പ്രം ഭാഗങ്ങളിലെ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. ആളുകൾ ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറിയിട്ടുണ്ട്. ഇക്കൊല്ലം കാലവർഷം ആരംഭിച്ച ശേഷം പടിഞ്ഞാറൻ മേഖലയിലുണ്ടാകുന്ന 4ാമത്തെ വെള്ളപ്പൊക്കമാണിത്. പ്രധാന നദികളിലെ ജലനിരപ്പ് അപകടനിലയിൽ എത്തിയതോടെ അലർട്ട് പ്രഖ്യാപിച്ചു. ലിങ്ക് റോഡുകളിലെ ബസ് സർവീസുകൾ പലതും ദിവസങ്ങളായി നിർത്തിവച്ചിരിക്കുകയാണ്. ക്ഷീരകർഷകരാണ് കടുത്ത യാതന അനുഭവിക്കുന്നത്. തൊഴുത്തുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയതോടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പശുക്കളെ മാറ്റി. മറ്റു വളർത്തുമൃഗങ്ങളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ പെയ്യുന്ന മഴയും ശക്തമായ കാറ്റും കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ താമസക്കാരെ ഏറെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. മഴ ഒഴിഞ്ഞാലും മേഖലയിൽ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ദിവസങ്ങളോളം നീണ്ടുനിൽക്കും. ന്യൂസ് ബ്യൂറോ, തിരുവല്ല. അപകടക്കണിയൊരുക്കി യാത്രക്കാരെ കാത്തിരിക്കുകയാണ് താഴത്തങ്ങാടി വെസ്റ്റ് ക്ലബ് റോഡ്.
നഗരസഭ 48-ാം വാർഡിൽപ്പെട്ട റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പള്ളിക്കോണം താഴത്തങ്ങാടി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡിനെ ആശ്രയിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സ്കൂൾ ബസ് ഇതുവഴി ഓട്ടം നിർത്തിയതിനാൽ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നത് സ്വകാര്യ വാഹനങ്ങളിലാണ്. റോഡിലൂടെയുള്ള കാൽനടയാത്ര പോലും അസാധ്യമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കുഴിയിലുടനീളം വാഴ നടുകയും ചെയ്തിരുന്നു. റോഡിന്റെ 120 മീറ്റർ ദൂരമാണ് പാടെ തകർന്ന് കുണ്ടും കുഴിയുമായിരിക്കുന്നത്. അതിനുമപ്പുറം നല്ല റോഡുണ്ട്. ഈ ഭാഗത്തുള്ള 40ഓളം കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായത്. രാവിലെ ഞാൻ പണിക്ക് പോയിരുന്നേ. പണിക്ക് പോയിട്ട് വന്ന പിന്നെ എനിക്ക് പള്ളിയിൽ നിന്ന് കയറേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്താണ് ഇപ്പോൾ ഒത്തിരി സമയമായിരുന്നു, രാത്രിയായിരുന്നു. പിന്നെ അന്നേരം ഇവിടെ വന്നപ്പോൾ പിന്നെ തെന്നി വീഴുമായിരുന്നു. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു, വെട്ടമൊന്നും ഇല്ല. ഇവിടെ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണോ? സ്ഥിരം ചില സമയത്തൊക്കെ കറണ്ടൊക്കെ പോകും. അത് കറണ്ട് പോയ സമയമായിരുന്നു അതോ സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലായിരുന്നു? ഇട്ടിട്ടില്ലായിരുന്നു. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ഒരു റോഡിന്റെ ഒരു വലിയ ഭാഗം മുഴുവനും മൊത്തം കുഴിയായിട്ട് കിടക്കുക. ഇത് എത്ര നാളായി ഇങ്ങനെ കിടക്കാൻ? ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞു. നിങ്ങൾ പരാതിയൊക്കെ കൊടുത്തു? പരാതി എല്ലാം പറഞ്ഞിട്ട് യാതൊരു രക്ഷയൊന്നുമില്ല. ഒന്നുമില്ല. എന്താ പറയുന്ന അധികാരികൾ? അവർ പറഞ്ഞ ഇത് വാർഡ് ഇതിന് ഫണ്ടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഫണ്ടില്ലെന്ന്? റോഡ് നന്നാക്കാനായിട്ടുള്ള ഫണ്ട് കിട്ടിയിട്ടില്ലെന്നാ പറയുന്നത്. ഇതിപ്പോ ഏത് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ്? ഞാൻ ആദ്യം ജില്ലാശുപത്രി പോയിരുന്നു. ജില്ലാശുപത്രി പോയിട്ട് അത് പിടിച്ചിട്ടൊന്നും ശരിയായില്ല. അത് കഴിഞ്ഞ് നമ്മുടെ വയസ്കരയില്ലേ, വയസ്കരയിലാണ് ആയുർവേദമാണ് കഴിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയതാണ് അല്ലേ? അപ്പോൾ ഇതിപ്പോ ഒരു 2-3 വർഷമായിട്ട് ഇതുപോലെ തന്നെ തകർന്ന് കിടക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു 10-45ഓളം വീടുകളുണ്ടാവും അല്ലേ? 45 അല്ല, അതിക്കുള്ള വീടുണ്ട്. 10-600 വീടുകളുണ്ട്. മെയിൻ റോഡിലേക്ക് പോകാനുള്ള മെയിൻ റോഡ് മെയിൻ വഴി ഇത് തന്നെയാണ്. ഏക വഴി അപ്പോൾ വീടുകളിലേക്ക് പോകാനോ യാത്ര ചെയ്യാനോ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആശുപത്രി പോകാനും ഒക്കെ വളരെ കാരണം ഒത്തിരി പ്രായമുള്ളവരുണ്ട്, അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് ഇതിലപ്പോൾ. പിന്നെ കൊച്ചു പിള്ളേരുണ്ട്, അപ്പോൾ ഇവിടെ മദ്രാസ് ഉണ്ട്, അവിടെ പിള്ളേർക്ക് പോകാനൊക്കെ പള്ളിയിലൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂൾ ബസ്സും കാര്യങ്ങളൊന്നും ഇതുവഴിയൊന്നും വരുന്നുണ്ടോ? സ്കൂൾ ബസ് പൊതുവെ ഇപ്പോൾ കുറവാണ് വരുന്നത്. ഈ വഴി ഇങ്ങനെ ആയതുകൊണ്ട് വഴി ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. 48-ാം വാർഡ് പള്ളിക്കോണം അറുപുഴ റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മൾ വഴികളിലെല്ലാം പലവിധ കുഴികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും തോട് പോലൊരു റോഡ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതും മാത്രമല്ല ഒരു 10-50ലേറെ വീടുകൾ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിയാണ്. ഈ വഴിയിലാണ് ഇത്രയും നീളത്തിൽ ഞാൻ ഈ ഒരു വെള്ളത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. ഇത്രയും നീളത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ റോഡ് നശിച്ച് കിടന്നിട്ട് അവിടെ പൂർണ്ണമായിട്ടും വെള്ളം നിറഞ്ഞു കിടക്കുന്നത്. ഇത് ഇപ്പോൾ റോഡ് ഏതാണ് കര ഏതാണെന്ന് അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയിലാണ്. അതാണ് മുമ്പ് നമ്മൾ കണ്ട പോലെ തന്നെ ആ ഒരു അച്ഛൻ റോഡിൽ കുഴിയിലേക്ക് തെന്നി വീണ് കൈക്ക് ഫ്രാക്ചർ സംഭവിക്കുകയായിരുന്നു. വളരെ ദുരിതത്തിലാണ്. ഒരു 2-3 വർഷമായിട്ട് ഈ റോഡ് നവീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത് മുഴുവനും. പാറപ്പാടം ദേവീക്ഷേത്രം, അറുപുഴ മുഹീദ്ദീൻ മസ്ജിദ്, മാർ ബസേലിയസ് പള്ളി, മദ്രസ തുടങ്ങിയിടങ്ങളിലേക്കുള്ള 100 കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന വഴിയാണിത്. അതേസമയം റോഡ് നിർമ്മാണത്തിന് ടെൻഡർ വിളിച്ചിട്ടും ആരും എത്തിയില്ലെന്നും കൗൺസിലർ പറയുന്നു. തുക പുതുക്കിയതിനാൽ വീണ്ടും ടെൻഡർ വിളിക്കണം. കരാറെടുത്താൽ മഴ മാറിയതോടെ റോഡ് പണി ചെയ്യാനാകും. ആലമൂട് പോസ്റ്റ് ഓഫീസ് മുതൽ വെസ്റ്റ് ക്ലബ്ബ് വരെ 200 മീറ്റർ റോഡ് മണ്ണിട്ടുയർത്തി ടാർ ചെയ്യാനാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിലാണ് ഈ ഒരു തോട് ഈ ഭാഗത്ത്. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇത് നമ്മൾ 2 കൗൺസിലർമാരെയും വിളിക്കുകയുണ്ടായി. അവർ രണ്ടുപേരും വന്നത് ഫണ്ട് അനുവദിച്ചു, പക്ഷേ വർക്ക് എടുക്കാണ്ട് കോൺട്രാക്ടർമാർ PWD കോൺട്രാക്ടർമാർ നിലയിൽ വരുന്നില്ല മുന്നോട്ട്. കാരണം മുനിസിപ്പാലിറ്റിയിൽ എന്തൊക്കെയോ ഫണ്ട് ഇപ്പോൾ അവർക്ക് PWD കോൺട്രാക്ടർമാർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവർ വർക്ക് ഏറ്റെടുക്കാത്തതെന്നാണ് ഇവർ കൗൺസിലർമാർ പറയുന്നത്. പക്ഷേ നമ്മൾ മുനിസിപ്പൽ ചെയർമാനുമായിട്ട് സംസാരിച്ചായിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഇങ്ങനൊരു പ്രശ്നം അവിടെ നിലവിൽ മുനിസിപ്പാലിറ്റിയിലില്ല. വർക്ക് എടുക്കാൻ ആളുമുണ്ട്, ഫണ്ട് തരാൻ അവർ സന്നദ്ധരാണ്. പക്ഷേ ഇതെന്താണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ നാട്ടുകാർ നിലയിൽ നമ്മൾ 2 കൂട്ടരോട് സംസാരിച്ചു. ഇത് എന്താണ് ഇനി ഇലക്ഷൻ വരുന്നതിൻ്റെയാണോ ഇനി രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഇതാണോ അറിയില്ല. നല്ല ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് വീടിന്റെ. ഇപ്പം നേരത്തെ നാട്ടുകാർ നിലയിലാണ് ഞങ്ങൾ ഇതിനകത്ത് പ്രതികരിച്ചത്. ഇതിനകത്ത് നമ്മൾ വാഴ നടുവ് കാര്യങ്ങളൊക്കെ ചെയ്ത്. പക്ഷേ ഇതിപ്പോൾ പല പാർട്ടികൾ ഏറ്റെടുത്തു. ഇവിടെ STPയുടെ നേതൃത്വത്തിൽ അവർ സമരം ചെയ്യാണ്ട് അവർ മുന്നോട്ട് വന്നിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താവും നമുക്കറിയില്ല, നോക്കാം. എൻ്റെ അറിവിൽ 8 വർഷമായിട്ട് ഇവിടെ ഒരു റോഡ് പണി നടന്നിട്ടില്ല. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്രയും വെള്ളക്കെട്ടായ സ്ഥിതിക്ക് ഇനിയും മഴ പെയ്യുമ്പോൾ വീടുകളിലേക്കൊക്കെ വെള്ളം കയറാനായിട്ടുള്ള സാധ്യത. ഈ 2 വീട്ടിലോട്ട് അവർക്ക് കടക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ ചെല്ലക്കൂടെ നടന്നു വേണം അവർക്ക് ആ 2 വീട്ടിലോട്ട് കടന്നു പോയിട്ടില്ല. പരമാവധി 60 മീറ്റർ ദൂരത്തിലാണ് റോഡ് തകർന്നത്. പഴയ പ്രവൃത്തിയുടെ 10 ലക്ഷം രൂപ കുടിശ്ശിക നൽകാനുണ്ട്.
ഈ വർഷം തനത് ഫണ്ടിൽ 5.5 ലക്ഷം രൂപയും വെള്ളപ്പൊക്ക ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും റോഡിന് അനുവദിച്ചിട്ടുണ്ട്. വർഷങ്ങളായി അപ്പം ആൾക്കാരുടെ വണ്ടി ഇതുമെല്ലാം പോവുക, അപ്പം നശിക്കുക. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇവിടെയുള്ള ജനങ്ങൾ. അപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോവുക, തദ്ദേശ തിരഞ്ഞെടുപ്പ്. അപ്പോൾ അതിനു മുമ്പെങ്കിലും ശരിയാക്കുമോ? ശരിയാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നിങ്ങളുടെ പ്രധാന ആവശ്യം ഇത് തന്നെയാണ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ വോട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ നൽകണം എന്ന് പറഞ്ഞാൽ വോട്ട് വേണമെങ്കിൽ നമ്മുടെ റോഡുകൾ നന്നാകണം. എന്നാലേ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധിയെ ജയിക്കണമെങ്കിൽ അത് റോഡ് നന്നായിരിക്കണം. അല്ലെങ്കിൽ ഇത് ഈ ഭാഗത്തുള്ളവർ ഇതിനെ ബഹിഷ്കരിക്കണം. വോട്ടിനെ ബഹിഷ്കരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. വളരെ മികച്ച തീരുമാനം. ഒത്തിരി വർഷമായില്ലേ, വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. കുട്ടികളെല്ലാം ഇവിടെ നടന്നു പോകുന്നതെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് മഴ. അപ്പം അത് ഒരു തീരുമാനമാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. പണമില്ലാത്തതല്ല, കരാർ ഏറ്റെടുക്കാൻ ആളില്ലാത്തതാണ് പ്രശ്നമെന്നാണ് കൗൺസിലർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ റോഡിൻ്റെ ഒരു സൈഡ് വശത്തൂടെയാണ് ഞാൻ ഇപ്പോൾ അപ്പുറം കടക്കാൻ പോകുന്നത്. എന്തായാലും ഈ വഴി ഞാൻ നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നിങ്ങൾക്കും മനസ്സിലാകും, കാണുന്ന പ്രേക്ഷകർക്കും മനസ്സിലാകും, ഇതാണ് ഈ വഴിയുള്ള കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനായിട്ടുള്ള ഏക മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലത്തെ വീടിൻ്റെ മതിലിൽ പിടിപ്പിച്ചിരിക്കുന്ന ഈ കമ്പിയിൽ പിടിച്ചു വേണം നമുക്ക് അപ്പുറ സൈഡിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ പിന്നെ വാഹനയാത്രക്കാരുടെ കാര്യവും പറയണ്ട. വാഹനങ്ങൾ ഇതിലെ കടന്നു പോകുമ്പോൾ പലപ്പോഴും മറിയുകയും അപകടങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർ ഇതുവഴി നടക്കുമ്പോൾ തെന്നി വീഴുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഇപ്പോൾ സമീപവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു ബൈക്ക് കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ബൈക്കാണ് ഇതുവഴി കടന്നു പോയത്. ശരിക്കും ഈ സർക്കസ് പഠിച്ചവർക്കൊക്കെയാണ് വാഹനവുമായിട്ട് ഇതിലെ പോകാനായിട്ട് ഏറ്റവും യോജിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഒരു 8 വർഷമായിട്ട് ഈ ഒരു റോഡിൽ യാതൊരു വികസനവും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. മാത്രമല്ല ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് കടക്കുവാനായിട്ട് ഇത്രയും ചെളിവെള്ളം താണ്ടി വേണം ആ വീട്ടിലേക്ക് കടക്കുവാനായിട്ട്. ഈ കുട്ടികളും മുതിർന്നവരും പ്രായമേറിയവരും ഒക്കെ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഈ ഒരു റോഡ് ദുരിതം മാത്രമാണ് വിതയ്ക്കുന്നത്. വികസനത്തിൻ്റെ പേരിൽ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ ഒരു അറുപുഴ വെസ്റ്റ് ക്ലബ്ബ് റോഡ്. എന്ന് ഇത് നന്നാകും, എന്ന് സഞ്ചാരയോഗ്യമാകും, എന്ന് കുഞ്ഞുങ്ങൾക്ക് വീടിൻ്റെ മുറ്റത്ത് നിന്നും സ്കൂൾ ബസ്സിൽ കയറി പോകാനാകുമെന്നൊക്കെയാണ് ഈ നാട്ടുകാർ ചോദിക്കുന്നത്. അഭിലാഷിനൊപ്പം അജ്മി ഷംസ്, ദൃശ്യ ന്യൂസ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.